നമസ്കാരം. റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 3 മത്സരങ്ങൾ കളിച്ചു, 3ലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC പരാജയപ്പെട്ടു, പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനോട് പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ FC ഗോവയാണ് അവരെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിലും അവർക്ക് പരാജയപ്പെടേണ്ട ഒരു സ്ഥിതി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ കാർലസ് ക്വാഡ്രറ്റിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം പരിശീലക സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് മ്യൂച്വലി ഈ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ക്ലബിൻ്റെ ഒരു ആവശ്യപ്രകാരം ഈ ഒരു തലസ്ഥാനത്ത് നിന്നും പടിയിറങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. അത്രയും മോശം പ്രകടനമാണ് സമീപകാലത്ത് ഈസ്റ്റ് ബംഗാൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ അവർക്ക് കലിംഗ സൂപ്പർ കപ്പ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല കഴിഞ്ഞ സീസണിലെ ഡ്യൂറൻറ്റ് കപ്പിൻ്റെ ഫൈനലിൽ എത്താനും ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ക്വാഡ്രറ്റിൽ വലിയ ഒരു പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ അതെല്ലാം താളം തെറ്റുകയായിരുന്നു എന്ന് വേണം പറയാൻ. മാത്രമല്ല ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി സൂപ്പർ താരങ്ങളെ അവർ കൊണ്ടുവന്നിരുന്നു. ദിമി, അതുപോലെ തന്നെ അൻവർ അലി, അതുപോലെ തന്നെ ജീക്സൺ തുടങ്ങിയ ഒരുപാട് മികച്ച താരങ്ങൾ ഇപ്പോൾ അവർക്കുണ്ട്. പക്ഷേ അവരെ ഒന്നും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ക്വാഡ്രറ്റിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇടക്കാല പരിശീലകനായിക്കൊണ്ട് മലയാളി പരിശീലകനായ ബിനോ ജോർജാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.